മലയാള സിനിമയുടെ അതിരുകൾ ഇന്ന് കേരളക്കരയിൽ ഒതുങ്ങുന്നില്ല. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും സിനിമാ പ്രേമികൾക്കിന്ന് മലയാള ചിത്രത്തെ തിരഞ്ഞുപിടിച്ച് കാണുന്നു. OTT പ്ലാറ്റ്ഫോമുകൾ നൽകിയ ആഗോള സ്വീകാര്യത ഇപ്പോൾ തിയേറ്ററുകളിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ജയസൂര്യ നായകനായ ആട് 3. മുൻകാലങ്ങളിൽ മലയാള സിനിമയുടെ വിപണി കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും മാത്രമായിരുന്നു പരിമിതപ്പെട്ടിരുന്നത്. എന്നാൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം OTT പ്ലാറ്റ്ഫോമുകൾ വഴി മലയാള സിനിമകൾ മറ്റ് ഭാഷാ പ്രേക്ഷകരിലേക്കും എത്തിത്തുടങ്ങി. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി പ്രേക്ഷകർ മലയാള സിനിമയുടെ തിരക്കഥാ വൈഭവത്തെയും അഭിനയ മികവിനെയും ഏറ്റെടുത്തു. ഈ ഒരു മാറ്റമാണ് ആട് 3 പോലുള്ള സിനിമകൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ പോലും വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പവൻ കല്യാണിനെ നായകനാക്കി ഹരിശങ്കർ സംവിധാനം ചെയ്ത ഉസ്താദ് ഭഗത് സിംഗ് തിയേറ്ററുകളിലെത്തിയത്. ഇതേസമയം തന്നെയാണ് ഷാജി പാപ്പനും സംഘവും ആട് 3യിലൂടെ വീണ്ടും എത്തിയത്. പവൻ കല്യാൺ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം 150 കോടി രൂപയാണെങ്കിൽ ആട് 3 ഒരുങ്ങാൻ ചെലവായത് വെറും 65 കോടി രൂപയാണ്. അതായത് തെലുങ്ക് ചിത്രത്തിന്റെ പകുതി പോലും ബഡ്ജറ്റില്ലാത്ത ഈ ഒരു സിനിമയാണ് ആഗോള ബോക്സ് ഓഫീസിൽ വെല്ലുവിളി ഉയർത്തുന്നത്. ഇന്ത്യയിലെ തിയേറ്ററുകളുടെ എണ്ണത്തിൽ ഉസ്താദ് ഭഗത് സിംഗ് ബഹുദൂരം മുന്നിലായിരുന്നു. എന്നിരുന്നാലും പ്രധാന ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ bookmyshow.comലെ കണക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. പുതിയ റിലീസുകൾക്ക് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാറുള്ള ഞായറാഴ്ച കണക്കുകൾ പരിശോധിച്ചാൽ മലയാള സിനിമയുടെ കരുത്ത് വ്യക്തമാകും. ആട് 3 ഞായറാഴ്ച ബുക്മൈഷോ വഴി വിറ്റത് 1,48,000 ടിക്കറ്റുകൾ. എന്നാൽ ഉസ്താദ് ഭഗത് സിംഗ് ഇതേ ദിവസം വിറ്റത് വെറും 84,000 ടിക്കറ്റുകൾ മാത്രം. ദുരന്തർ 2 കഴിഞ്ഞാൽ ആ ദിവസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ രണ്ടാമത്തെ ചിത്രമായി ആട് 3 മാറി. പവൻ കല്യാണിനെ പോലെയുള്ള ഒരു മാസ് ഹീറോയുടെ ചിത്രം കളത്തിലിരിക്കുമ്പോഴാണ് ജയസൂര്യയുടെ ചിത്രം ഈ നേട്ടം കൈവരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയിലെ മാത്രം കളക്ഷൻ എടുത്താൽ തെലുങ്ക് മണ്ണിലെ സ്വാധീനം മൂലം പവൻ കല്യാൺ ചിത്രം മുന്നിലാണ്. സാനിക്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്ന് ഉസ്താദ് ഭഗത് സിംഗ് നേടിയത് 71 കോടി രൂപയാണ്. എന്നാൽ ആട് 3 നേടിയത് 31 കോടി രൂപയാണ്. എന്നാൽ ഓവർസീസ് കണക്കുകൾ ചേർത്തുള്ള ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം മാറി മറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആട് 3യുടെ ടോട്ടൽ കളക്ഷൻ 85 കോടിയും ഉസ്താദ് ഭഗത് സിംഗ് നേടിയത് 80 കോടി രൂപയും. വിദേശ മാർക്കറ്റുകളിൽ മലയാള സിനിമകൾക്ക് ലഭിക്കുന്ന വമ്പിച്ച സ്വീകാര്യതയാണ് ഈ വിജയത്തിന് പിന്നിൽ. യൂറോപ്പിലും അമേരിക്കയിലും ഗൾഫ് നാടുകളിലും മലയാളികൾക്കൊപ്പം തന്നെ ഇതര ഭാഷക്കാരും ആട് 3 കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. മലയാള സിനിമയുടെ ഈ കുതിപ്പ് തെലുങ്ക് സിനിമാ ലോകത്തെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. 1, 2, 3 തെലുങ്ക് അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ രണ്ട് ചിത്രങ്ങളെയും ബഡ്ജറ്റും കളക്ഷനും തമ്മിലുള്ള താരതമ്യം വലിയ വാർത്തയാക്കി. കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച് ഗുണമേന്മയുള്ള ഉള്ളടക്കം നൽകുന്നതിലൂടെ എങ്ങനെ വലിയ ലാഭം നേടാമെന്നതിന് ഉദാഹരണമായി അവർ മലയാള സിനിമയെ ചൂണ്ടിക്കാണിക്കുന്നു. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കേവലം പ്രാദേശിക വിപണിയിൽ ഒതുങ്ങാതെ ആഗോളതലത്തിൽ മറ്റു വലിയ ഇൻഡസ്ട്രികളോട് മത്സരിക്കാൻ മലയാളത്തിന് ഇന്ന് സാധിക്കുന്നു. ഷാജി പാപ്പനും സംഘവും വെള്ളിത്തിരയിൽ നടത്തുന്ന അഭ്യാസങ്ങൾ വെറുമൊരു കോമഡി ചിത്രത്തിന്റെ വിജയമല്ല, മറിച്ച് മലയാള സിനിമയുടെ മാർക്കറ്റ് പവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നുകൂടിയാണ്. വലിയ ബഡ്ജറ്റുകളല്ല, മറിച്ച് പ്രേക്ഷകരെ ആകർഷിക്കുന്ന അവതരണ രീതിയും ഉള്ളടക്കവുമാണ് സിനിമയുടെ വിജയമെന്ന് ആട് 3 ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.